എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് മെയ് 9-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനുശേഷം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ ഒരു വിജ്ഞാപനത്തിലായിരിക്കും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആർക്കൊക്കെ എഴുതാൻ സാധിക്കും, അതുപോലെ എത്ര വിഷയങ്ങൾ എഴുതാനായിട്ട് സാധിക്കും, അതുപോലെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗക്കാർക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഈ ഒരു ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റായിട്ടുള്ള വിജ്ഞാപനം ഈ ഒരു മെയ് 9-ാം തീയതിക്ക് ശേഷമായിരിക്കും പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള വീഡിയോ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് dhsckerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം ഉപരിപഠനത്തിനായിട്ട് നിങ്ങൾ യോഗ്യത നേടുകയോ അല്ലെങ്കിൽ യോഗ്യത നേടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഏകീകൃത സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ നൽകും. അതായത് നിങ്ങൾ ഇതുവരെ എഴുതിയ പരീക്ഷയിൽ യോഗ്യത നേടിയ പരീക്ഷകളുടെ മാർക്ക്, അതുപോലെ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആയിരിക്കും തരിക. അതുപോലെ തന്നെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ 2024 വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 2024 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് അവർ യോഗ്യത നേടാൻ സാധിക്കാത്ത എല്ലാ വിഷയങ്ങൾക്കും ചുവടെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളായാലും ഇതേ നിബന്ധനയാണ് പാലിക്കേണ്ടത്. അതുപോലെ ആദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് CE, അതുപോലെ TE, PE എന്നിവയിൽ സ്കോർ കരസ്ഥമാക്കുകയും എന്നാൽ D+ ഗ്രേഡ് നേടാനാകാതെ വരികയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് TEക്ക് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ CE, TE, PE സ്കോറുകൾ ഉള്ള പരീക്ഷാർത്ഥിക്ക് TEക്ക് മാത്രമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് നിങ്ങൾ ഇതുവരെ പ്രാക്ടിക്കൽ, തിയറി, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതായത് CE മാർക്ക് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അതായത് മിനിമം മാർക്ക് TEക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് കൂടി ആ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ CE, അതുപോലെ TE സ്കോറുകൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എക്സാം മാത്രം നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ട് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്രാക്ടിക്കൽ എക്സാമിന് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്നാൽ അതേ വിഷയത്തിൽ TEക്ക് മിനിമം മാർക്ക് സ്കോർ നേടിയിട്ടുണ്ടായിരിക്കണം. മിനിമം സ്കോർ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു മിനിമം സ്കോർ നേടാനായിട്ട് ആ ഒരു എഴുത്ത് പരീക്ഷ കൂടി എഴുതേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് മിനിമം സ്കോർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ മാത്രം എഴുതാൻ സാധിക്കും. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല, എന്നാൽ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാം വർഷ പരീക്ഷ എഴുതിയ റെഗുലർ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ സ്കോർ മെച്ചപ്പെടുത്താൻ തുടർന്ന് വരുന്ന ഈ ഒരു പരീക്ഷയോടൊപ്പം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഒരേ സമയം പരീക്ഷയ്ക്കും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ റെഗുലറും അതുപോലെ ലാറ്ററൽ എൻട്രിയുമായിട്ടുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത തീയതിക്കകം സ്കൂൾ ഓഫീസിൽ ഈ ഒരു ഫീസ് അടച്ച് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്കോൾ കേരള വിദ്യാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോമിൽ നിശ്ചിത തീയതിക്കകം ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ തന്നെ സ്കോൾ കേരളയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അനുവദിച്ച പരീക്ഷാ കേന്ദ്രത്തിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷയും അതുപോലെ ഫീസും നൽകേണ്ടത്. കമ്പാർട്ട്മെൻ്റലായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പരീക്ഷാ ഫീസിനോടൊപ്പം അവർ മുമ്പ് പരീക്ഷ എഴുതിയ സ്കൂളിലാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ പരീക്ഷാർത്ഥികളെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് പ്രിൻസിപ്പാളാണ്. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഫീസിൽ ഇളവുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫീസ് ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ
വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ സ്കൂളിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫോമിൻ്റെ മാതൃക dhsc.kerala.gov.in വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം ഉപയോഗിക്കുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ് സെൻറ്ററുകൾ അല്ലെങ്കിൽ ക്ലബ് സെൻറ്ററുകളിൽ പരീക്ഷ, അതായത് ക്ലബ്ഡ് സെൻറ്ററുകളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ മെയിൻ സെൻറ്ററിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട്, അതായത് നിങ്ങൾ അവസാനമായിട്ട് എവിടെയാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പരീക്ഷാ കേന്ദ്രം, അതായത് നിങ്ങൾക്ക് മുൻപ് എഴുതിയ പരീക്ഷാ കേന്ദ്രമായിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം അനുവദിക്കില്ല. അതുപോലെ തന്നെ നിശ്ചിത തീയതിക്കകം, അതായത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം. ആ ഒരു നിശ്ചിത ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷ നൽകിയാലും സ്വീകരിക്കുന്നതായിരിക്കില്ല. അതുപോലെ DHSC ഡയറക്ടറേറ്റിൽ യാതൊരു കാരണവശാലും നേരിട്ട് അപേക്ഷ സ്വീകരിക്കില്ല. പൂരിപ്പിച്ച അപേക്ഷയിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതും അതുപോലെ തന്നെ അത് സ്കൂൾ പ്രിൻസിപ്പാളിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ സ്കോൾ കേരള വിദ്യാർത്ഥികൾ സ്കോൾ കേരളയിൽ നിന്ന് ലഭിച്ച പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെമ്മോ, അതുപോലെ ഐഡൻറ്റിറ്റി കാർഡ് എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നിശ്ചിത ഫീസിനൊപ്പം സ്കോൾ കേരള അധികാരികൾ അവർക്ക് അനുവദിച്ച പരീക്ഷ സെൻറ്ററിലെ പ്രിൻസിപ്പാളിനാണ് സമർപ്പിക്കേണ്ടത്. അതായത് പ്രൈവറ്റായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളിലായിരിക്കും ഈ ഒരു നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പ്രൊജക്റ്റ് അസൈൻമെൻറ്റൊക്കെ നിങ്ങൾ ആ ഒരു സ്കൂളിലായിരിക്കും കൊണ്ടുപോയിട്ട് നൽകുന്നത്. അപ്പോൾ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സ്കോൾ കേരള വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഈ ഒരു 2ാം വർഷ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ 1ാം വർഷ പരീക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് കൂടി ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ സമർപ്പിക്കണം. അതുപോലെ സ്കൂൾ ഗോയിങ് വിദ്യാർത്ഥികൾ സ്കൂളിൽ അനുവദിച്ചിരിക്കുന്ന, അതായത് അംഗീകൃത വിഷയങ്ങൾക്ക് മാത്രമേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ. പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരുന്നാലും CE മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. നിങ്ങൾക്ക് CE മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു നിരന്തര മൂല്യനിർണ്ണയമായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് അതത് സ്കൂളിൽ നിശ്ചിത തീയതിക്ക് മുമ്പ് തന്നെ അടക്കണം. സ്കൂൾ പ്രിൻസിപ്പാൾമാർ അതത് സമയത്ത് അത് ട്രഷറിയിൽ ഒടുക്കി ചെല്ലാൻ വാങ്ങി സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഒരിക്കൽ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരികയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്കുള്ള ഫീസായിട്ട് കണക്കാക്കുകയോ ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 2024 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് മിനിമം മാർക്കോ അല്ലെങ്കിൽ D+ഓ കിട്ടാത്ത വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജയിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, അതായത് റെഗുലർ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ 2024 വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു +2 അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.